കോളേജ് റാഗിങ്ങിനിടെ പേടിച്ചു വിരണ്ടു നിൽക്കുന്ന ജൂനിയർ പെൺകുട്ടിയോട് തോന്നിയ സഹതാപം. സംഭവം ക്ലീശയാണെങ്കിലും അതായിരുന്നു തന്നെ അവളിലേക്ക് ഏറെ അടുപ്പിച്ചത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് അന്ന് കൂട്ടുകാരോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് മിണ്ടേണ്ട എന്ന് ആ തെണ്ടികൾ പറഞ്ഞപ്പോൾ മറ്റു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കൂടെ പോയെങ്കിലും ഒന്നും മിണ്ടാതെ അവർക്കൊപ്പം നിന്നു. പക്ഷെ പേടിച്ചിരുന്ന രണ്ട് മിഴികൾ നിസ്സഹായായി തന്നെ എന്ന് നോക്കിയപ്പോൾ പിന്നെ മൗനം പാലിക്കാൻ കഴിഞ്ഞില്ല. തന്നെ രക്ഷപ്പെടുത്തിയ സീനിയർ പയ്യനോടുള്ള നന്ദി പറച്ചിൽ എന്ന ലക്ഷ്യത്തോടെയാണ് അന്നവൾ തൻ്റെ മുന്നിൽ വന്നത്. അത് സൗഹൃദമായതും പിന്നീട് ഒരു പ്രണയമായി പൂവിട്ടതും എത്ര പെട്ടെന്നായിരുന്നു. വിമൽ കോളേജിലെ വാഗമര ചുവട്ടിൽ അമൃതയ്ക്കായി കാത്തിരുന്നു. ഓണാഘോഷ പരിപാടികൾ തകൃതിയായി നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. കേരള വേഷമണിഞ്ഞ് എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമായിരിക്കുന്നു. പക്ഷെ അവൻ്റെ കണ്ണുകൾ കാത്തിരുന്നത് തൻ്റെ പ്രിയതമയുടെ വരവിനായാണ്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ വിരാമം ഇട്ടുകൊണ്ട് അവൾ കോളേജിൻ്റെ കവാടം കടന്നു വന്നതും അവൻ ഒരു നിമിഷം കണ്ണുകൾ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിന്നു. ഗോൾഡൻ കളർ കരയുള്ള കസവ് സാരിയും ഗ്രീൻ കളർ ബ്ലൗസും അണിഞ്ഞ് നിറയെ മുല്ലപ്പൂവും ചൂടി ഒരു നാടൻ സുന്ദരിയായി അവൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നു. എന്താ മാഷേ കണ്ണും പിടിച്ച് നിൽക്കുന്നത്? അരികിൽ വന്ന് തട്ടി വിളിച്ചതും സ്വപ്നലോകത്തിൽ എന്ന പോലെ അവൻ തിരികെ വന്നു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സാരിയുടെ ഞൊറിവ് നേരെയിട്ടുകൊണ്ട് അവൾ ചോദിച്ചു. കൊള്ളാവോ എന്നോ? ഇവിടെ ഇപ്പോൾ ആരുമില്ലായിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. ചീ, പോ അവിടുന്ന്, അവൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് പറയുമ്പോഴും ഒരു നാണം അവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഓരോ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും മത്സരിച്ച് പൂക്കളം തയ്യാറാക്കുമ്പോൾ അവൻ അവളുടെ ക്ലാസ് വരാന്തയിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവനെ കാണുമ്പോൾ അവൾ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ഒളിക്കണ്ടാൽ അവൾ അവനെ നോക്കുന്നത് അവൻ കള്ളച്ചിരിയോടെ നോക്കി നിന്നു. വൈകുന്നേരം പരിപാടികളെല്ലാം കഴിഞ്ഞാണ് കൂട്ടുകാർ വിമലിനെ ക്ലാസ്സിൽ നിന്നും വിട്ടത്. അപ്പോഴേക്കും അമൃത ബസ് സ്റ്റോപ്പിൽ അവനു വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഓടിക്കിതച്ചെത്തുമ്പോൾ അമൃതയുടെ തൊട്ടരികിൽ ഒരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൻ അവളെ ശല്യം ചെയ്യുകയാണെന്ന് അവന് മനസ്സിലായി. പിന്നെ ഒരു നിമിഷം വൈകാതെ അവൻ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു. എന്താണ് നിനക്കിവിടെ കാര്യം? ആ പയ്യൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അവൻ അലറി. എനിക്കിവിടെ ഇഷ്ടമാണ്, യാതൊരു കൂസലുമില്ലാതെ അവൻ പറഞ്ഞു. അത് പറഞ്ഞതും വിമലിൻ്റെ കൈ ആ പയ്യൻ്റെ മേൽ പതിച്ചതും ഒരുമിച്ചായിരുന്നു. പിന്നീട് അവിടെ ഒരു ബഹളമായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടിപിടി പിന്നീട് ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള വൈരാഗ്യമായി മാറി. അങ്ങനെ ആ തല്ല് സസ്പെൻഷൻ വരെ എത്തി. എന്തിനാണ് വിമൽ എന്ന് വെറുതെ ഒരു സീനുണ്ടാക്കിയത്? വീട്ടിലെത്തിയതും ഫോൺ വിളിച്ച് അവൾ അവനെ കുറ്റപ്പെടുത്തി. ഞാനാണോ സീനുണ്ടാക്കിയത്? ഏതെങ്കിലും ഒരുത്ത് നിന്റെ കയറി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കേട്ടോണ്ട് നിൽക്കണോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതങ്ങനെ ഏതെങ്കിലും ഒരുത്തിനൊന്നുമല്ല, എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. പിന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്തില്ലല്ലോ. വെറുതെ അടിയുണ്ടാക്കി ഇപ്പോൾ സസ്പെൻഷൻ വാങ്ങിയില്ലേ? അവളുടെ ന്യായീകരണം കേട്ടതും അവന് ദേഷ്യം വന്നു. പിന്നീട് ആ മൗനം 2-3 ദിവസം നീണ്ടു നിന്നു. പിണക്കം മാറിയെങ്കിലും അത് പൂർണ്ണമായും തീർന്നത് സസ്പെൻഷൻ തീർന്ന് പരസ്പരം നേരിൽ കണ്ട് സംസാരിച്ചപ്പോഴാണ്. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കോളേജ് ലൈഫ് കഴിഞ്ഞ് രണ്ടാളും രണ്ടിടങ്ങളിൽ ജോലിക്ക് കയറി. ജോലി തിരക്കുകൾ പരസ്പരമുള്ള കണ്ടുമുട്ടലുകളെ ബാധിച്ചപ്പോൾ ഫോൺ വിളികളാണ് ഒരാശ്വാസം നൽകിയത്. എന്നാൽ പതിയെ പതിയെ ആ ഫോൺ വിളികളും കുറഞ്ഞു വന്നപ്പോൾ ജോലി കഴിഞ്ഞുള്ള ക്ഷീണം കൊണ്ടാവാം അവൾ തന്നോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നാണ് കരുതിയത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അവൾ മറുപടി പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല വിമൽ. എൻ്റെ വീട്ടുകാർ എൻ്റെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു. അവരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ കാരണം അവർ ഇല്ലാതായാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നെ മറക്കണം. അതും പറഞ്ഞ് ആ കോൾ കട്ടായതും അവന് ആകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. വീട്ടുകാരുടെ ഭീഷണിക്ക് മുന്നിൽ ആ പാവം പെട്ടുപോയതാകും. എങ്ങനെയാണ് അവളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുക? പലവട്ടം അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് തന്നെയായിരുന്നു മറുപടി. അവർ അവളുടെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടാകും തീർച്ച, അവൻ മനസ്സിലുറപ്പിച്ചു. ഇല്ല, അവൾ തൻ്റെയാണ്. മറ്റാർക്കും താൻ അവളെ വിട്ടുകൊടുക്കുകയില്ല. എത്ര നാൾ അവളെ തന്നിൽ നിന്ന് മറച്ചു പിടിക്കാനാകും? വിവാഹ ദിവസം എല്ലാവരുടെ മുന്നിൽ വെച്ച് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവൻ നിശ്ചയിച്ചുറപ്പിച്ചു. അവളെ കാണാതെയും മിണ്ടാതെയും കഴിച്ചുകൂട്ടുന്ന ദിനങ്ങൾ യുഗങ്ങൾ പോലെയാണ് അവന് തോന്നിയത്. അങ്ങനെ വിവാഹദിനം വന്നെത്തി. സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ആണെങ്കിൽ കൂടെയും ഒരു വിവാഹം മുടക്കാൻ പോവുകയാണ്. അവനത് ആലോചിക്കുമ്പോൾ അല്പം ഭയം തോന്നിയെങ്കിലും അവൾക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് എന്നോർത്തപ്പോൾ എന്തോ ഒരു ധൈര്യം തോന്നി മനസ്സിൽ. വിവാഹമണ്ഡപത്തിലെത്തുമ്പോൾ വരൻ കൂട്ടരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് അവളുടെ പേര് ഉറക്കെ വിളിച്ചതും
അവളുടെ ചേട്ടനും കൂട്ടുകാരും അവൻ്റെ അരികിലെത്തി. ആരാടാ നീ? അയാളുടെ ചോദ്യത്തിനു മുന്നിൽ ഒന്ന് ഭയന്നെങ്കിലും ശങ്കിച്ചു നിൽക്കാതെ അവൻ മറുപടി പറഞ്ഞു. എൻ്റെ പെണ്ണെവിടെ? നിർബന്ധിച്ച് മറ്റൊരുത്തിനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. 8 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചതാണ്. എനിക്കവളെ വേണം. അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ ചേട്ടൻ ദേഷ്യം കൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ചമർത്തി. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കൂട്ടുകാരിടപെട്ട് അവനെ വേഗം ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് കൊണ്ടുപോയി. കലിയടങ്ങാതെ അയാൾ വീണ്ടും അവൻ്റെ നേരെ പാഞ്ഞു. എന്താടാ നായ നീ പറഞ്ഞത്? ഞങ്ങൾ നിർബന്ധിച്ച് അവളെ വിവാഹം കഴിപ്പിക്കുന്നതാണെന്നോ? 8 വർഷമായ ഒരാളുമായി പ്രണയത്തിലാണ്. അയാളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് പറഞ്ഞതിനാലാണ് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഞങ്ങൾ ഈ വിവാഹത്തിന് നിന്നു കൊടുത്തത്. അപ്പോൾ വേറൊരുത്തൻ വന്നേക്കുന്നു. അയാൾ പറഞ്ഞത് കേട്ട് അവനൊരു നിമിഷം മിഴിച്ചു നിന്നു. ചേട്ടാ, എന്നെയാണ് അവൾ പ്രണയിച്ചിരുന്നത്. അവൻ അയാളോട് കെഞ്ചി. എങ്കിൽ പിന്നെ ആ വരുന്നത് ആരാടാ? അയാളുടെ കൈവിരൽ ചൂണ്ടിയ ഭാഗത്ത് കാറിൽ നിന്നിറങ്ങി വരുന്ന കല്യാണ ചെക്കനെ കണ്ടതും അവൻ ഒരു നിമിഷം ഇല്ലാതായി. അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് അമൃതയെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് താൻ തല്ലിയ അതേ പയ്യൻ. 8 വർഷത്തെ പ്രണയമാണെങ്കിൽ അവൾ എത്രമാത്രം തന്നെ വിഡ്ഢിയാക്കിയിരിക്കുന്നു. ഉമിനീർ ഇറക്കാൻ പോലും ആകാതെ അവൻ നിന്നുരുകി. മണ്ഡപത്തിൽ അമൃത വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അതെ, താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് ആരോടും ഒന്നും പറയാതെ ഇറങ്ങിയെങ്കിലും മുറിയിൽ വന്ന് അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണില്ല എന്നവൻ ആ നിമിഷം ശപഥം ചെയ്തു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. എങ്കിലും അമൃത മനസ്സിൽ ഒരു നീറ്റലായി നിലകൊണ്ടു. ഒരിക്കൽ അമ്മയ്ക്ക് സുഖമില്ലാതെ അഡ്മിറ്റായി കിടന്നപ്പോഴാണ് അമ്മ അവനെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചത്. കഴിഞ്ഞതെല്ലാം മറന്ന് അവർ കണ്ടെത്തുന്ന ഏത് പെൺകുട്ടിയായാലും വിവാഹം ചെയ്തു കൊള്ളാമെന്ന്. അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെ വാക്ക് കൊടുക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ ഒരു സമ്മതത്തിന് കാത്തുനിന്നതുപോലെ ആശുപത്രിയിൽ നിന്നും വന്നതും അവർ പെൺകുട്ടിക്കായുള്ള അന്വേഷണം തുടങ്ങി. അങ്ങനെ തിരച്ചിലിനൊടുവിൽ അവർ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി അവൻ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. ഇതുവരെ രേഷ്മയോടൊന്നും ഉള്ളു തുറന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. അമൃത എന്ന വിഷം സമ്മാനിച്ച വേദന അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അന്ന് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയായിരിക്കുമെന്ന് താൻ വിധി എഴുതി. ഇനിയിപ്പോൾ എങ്ങനെയാണ് വേറൊരു പെൺകുട്ടിയെ ഭാര്യയായി കണ്ട് സ്നേഹിക്കുക? അവൻ ആശയക്കുഴപ്പത്തിലായി. അന്നേരമാണ് രേഷ്മ മുറിയിലേക്ക് കടന്നു വന്നത്. അവനൊന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തെ മൗനം ഭേദിച്ചത് അവൾ തന്നെയായിരുന്നു. ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും അമൃതയുണ്ടോ? ആ ചോദ്യം കേട്ട് അവനൊരു നിമിഷം ഞെട്ടി. അമ്മയെല്ലാം ഇവളോട് പറഞ്ഞുവോ? അവനൊന്നും മിണ്ടിയില്ല. മൗനമായി നിന്ന അവൻ്റെ കയ്യിലേക്ക് അവളൊരു പേപ്പർ വെച്ചു കൊടുത്തു. അതിൽ കോളേജ് മാഗസിനുകളിൽ അവനെഴുതിയ കവിതകളുടെ പേപ്പർ തുണ്ടുകളായിരുന്നു. അത് കണ്ടതും അതിശയത്തോടെ അവൻ അവളെ നോക്കി. പേടിക്കണ്ട, ചേട്ടൻ എന്നെ അറിയില്ലെങ്കിലും എനിക്ക് ചേട്ടനെ നന്നായി അറിയാം. എങ്ങനെയെന്നുള്ള ഭാവത്തിൽ അവൻ അവളെ നോക്കി. അമൃതയെ കാണാൻ ചേട്ടൻ ഞങ്ങളുടെ ക്ലാസ് മുറിയുടെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. എഴുത്തുകളിലൂടെയാണ് ചേട്ടൻ എൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയതെങ്കിലും അമൃതയെ ചേട്ടൻ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ പിന്നെ ഉള്ളിലെ ഇഷ്ടം ഞാൻ മണ്ണിട്ട് മൂടി. പക്ഷെ ക്ലാസ്സിലെ വേറൊരു പയ്യനുമായും അവൾ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതോടെ ഞാൻ പിന്നെയും കാത്തിരുന്നു. ആ കാത്തിരിപ്പ് ദാ ഇന്ന് അവസാനിച്ചു. ഞാൻ തന്നെയാണ് ചേട്ടൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞത്. പുഞ്ചിരിച്ചുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ അവൻ നിന്നു. ഇത്ര വർഷം തന്നെ സ്നേഹിച്ച് ഒരു പെൺകുട്ടി തനിക്ക് വേണ്ടി കാത്തിരുന്നുവെന്നോ അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവൻ ചോദിച്ചു. അതിന് പെണ്ണെ വേണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ എങ്ങനെയാണ് വേറെ വിവാഹം കഴിക്കുന്നത്? ഒടുക്കം വേറെ നിവൃത്തിയില്ലാതെ അമ്മയെക്കൊണ്ട് അസുഖം അഭിനയിപ്പിച്ച് സത്യം ചെയ്യിക്കേണ്ടി വന്നു എനിക്ക്. എന്തോ കള്ളത്തനം ചെയ്ത പോലെ കുറ്റം ഏറ്റുപറയുമ്പോൾ അവൻ ദേഷ്യപ്പെടുമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ അത് കേട്ടതും അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അത് കണ്ടതും അവളുടെ കണ്ണുകളിലും പുഞ്ചിരി വിടർന്നു. പിന്നെ ചേട്ടന് സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. അമൃത പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അത് കേട്ടതും അവന് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. അവളുടെ കയ്യിലിരിപ്പിന് ഞാനത് പ്രതീക്ഷിച്ചതായിരുന്നു. അവനത് പറഞ്ഞ് ചിരിച്ചപ്പോൾ അവളും അവനോട് ചേർന്ന് ചിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.